നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. കുടുംബശ്രീ സംസ്ഥാനതല പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സർക്കാരിന്റെ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ വൃത്തിയോടെയും ഗുണമേന്മയോടെയും നിലനിർത്താൻ ജാഗ്രത പാലിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ്. മിഷൻ അന്ത്യോദയ രാജ്യത്തെ മികച്ച പഞ്ചായത്തുകളെ കണ്ടെത്താൻ നടത്തിയ സർവേയിൽ പാറശാല ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്ത് ഒന്നാമത്. കോട്ടയം കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കോഴയിൽ ആരംഭിക്കുന്ന സയൻസ് സിറ്റിയിലെ സയൻസ് സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ മെയ് 29 ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനത്തിലെ പ്രവർത്തന മികവിന് സംസ്ഥാനതല പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് 17 വിഭാഗങ്ങളിലെ അവാർഡ് വിജയികളെയാണ് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് ഏറ്റവും മികച്ച അയൽക്കൂട്ടമായി സുൽത്താൻ ബത്തേരി CDSലെ പൗർണമി അയൽക്കൂട്ടം തെരഞ്ഞെടുക്കപ്പെട്ടു. ശ്രീകൃഷ്ണപുരത്തെ ഭാഗ്യശ്രീ 2ഉം തിരുവാണിയൂരിലെ അശ്വതി 3ാം സ്ഥാനത്തും എത്തി. മികച്ച ADS വിഭാഗത്തിൽ തിച്ചൂർ ADS, വരവൂർ CDS തൃശൂർ 1ാം സ്ഥാനവും, പുന്നാമ്പറമ്പ് ADS, ശ്രീകൃഷ്ണപുരം CDS പാലക്കാട് 2ാം സ്ഥാനവും, മാട്ടറ ADS ഉളിക്കൽ കണ്ണൂർ 3ാം സ്ഥാനവും നേടി. മികച്ച ഓക്സിലറി ഗ്രൂപ്പിനുള്ള 1ാം സ്ഥാനം വയനാട് സുൽത്താൻ ബത്തേരി CDSലെ ധ്വനി ഓക്സിലറി ഗ്രൂപ്പിനാണ്. 2ാം സ്ഥാനം പുനർജനി പോർക്കുളം തൃശൂർ ഗ്രൂപ്പിനാണ്. മികച്ച ജില്ലാ മിഷനുള്ള അവാർഡ് കൊല്ലം ജില്ലാ മിഷൻ നേടി. തൃശൂർ ജില്ലാ മിഷനാണ് 2ാം സ്ഥാനം. മികച്ച ഊരുസമിതി വിഭാഗത്തിൽ പാലക്കാട് ജില്ലയിലെ അഗളി പഞ്ചായത്ത് സമിതിയിലെ ദേവഗുണ്ട് ജല്ലിപ്പാറ ഊരുസമിതിക്കാണ് 1ാം സ്ഥാനം. വയനാട് ജില്ലയിലെ തിരുനെല്ലി CDSലെ സ്ത്രീശക്തി ഊരുസമിതിക്കാണ് 2ാം സ്ഥാനം. മികച്ച സംരംഭക ഗ്രൂപ്പ് വിഭാഗത്തിൽ സഞ്ജീവനി ന്യൂട്രിമിക്സ് യൂണിറ്റ് താഴേക്കാട് CDS മലപ്പുറം, ഐശ്വശ്രീ അമൃതം ഫുഡ്സ് തിരുമിറ്റക്കോട് പാലക്കാട്, നന്മ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് പൊഴുതന വയനാട് യഥാക്രമം 1 മുതൽ 3 വരെ സ്ഥാനങ്ങൾ നേടി. മികച്ച CDS സംയോജന പ്രവർത്തനം, തനത് പ്രവർത്തനം, ഭരണനിർവഹണം, മൈക്രോ ഫിനാൻസ് പ്രവർത്തനം വിഭാഗത്തിൽ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ CDSനാണ് 1ാം സ്ഥാനം. സാമൂഹ്യ വികസനം, ജെൻഡർ വിഭാഗത്തിൽ മികച്ച CDSനുള്ള പുരസ്കാരം തൃശൂർ ജില്ലയിലെ വരവൂർ CDS നേടി. ട്രൈബൽ പ്രവർത്തനത്തിൽ മികച്ച CDSായി ഇടുക്കി ജില്ലയിലെ മറയൂർ CDS തെരഞ്ഞെടുക്കപ്പെട്ടു. കാർഷിക മേഖല, മൃഗസംരക്ഷണ വിഭാഗത്തിൽ വരവൂർ തൃശൂർ CDS 1ാം സ്ഥാനവും കാസർഗോഡ് ജില്ലയിലെ ബേലുലുക്ക CDS 2ാം സ്ഥാനവും കരസ്ഥമാക്കി. മികച്ച സ്നേഹിത വിഭാഗത്തിൽ മലപ്പുറം, തൃശൂർ, തിരുവനന്തപുരം ജില്ലകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. മികച്ച ബഡ്സ് സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ പഴശ്ശിരാജ മട്ടന്നൂർ CDS കണ്ണൂർ ബഡ്സ് സ്കൂളിനാണ് 1ാം സ്ഥാനം. ബഡ്സ് പാരഡൈസ് സ്പെഷ്യൽ സ്കൂൾ തിരുനെല്ലി വയനാട്, സ്പെക്ട്രം സ്പെഷ്യൽ സ്കൂൾ മാറഞ്ചേരി മലപ്പുറം എന്നിവ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. മികച്ച ജെൻഡർ റിസോഴ്സ് സെന്റർ വിഭാഗത്തിൽ വാഴയൂർ മലപ്പുറം GRC 1ാം സ്ഥാനവും നന്ദിയോട് തിരുവനന്തപുരം 2ാം സ്ഥാനവും നേടി. മികച്ച പബ്ലിക് റിലേഷൻസ് പ്രവർത്തനങ്ങൾ നടത്തിയ ജില്ലയ്ക്കുള്ള 1ാം സ്ഥാനം കൊല്ലം ജില്ല കരസ്ഥമാക്കി. തൃശൂർ, എറണാകുളം ജില്ലാ മിഷനുകൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അധ്യക്ഷയും കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൺവീനറുമായിട്ടുള്ള സംസ്ഥാനതല പുരസ്കാര നിർണയ കമ്മിറ്റിയാണ് 17 വിഭാഗങ്ങളിൽ നിന്നുള്ള സംസ്ഥാനതല വിജയികളെ തെരഞ്ഞെടുത്തത്. സംസ്ഥാനതലത്തിൽ വിജയികളായ എല്ലാവർക്കും ക്യാഷ് അവാർഡും മെമന്റോയും സർട്ടിഫിക്കറ്റും ഉൾപ്പെടുന്ന പുരസ്കാരം കുടുംബശ്രീ ദിനമായ മെയ് 17 തിരുവനന്തപുരം ടാഗോർ ഹാളിൽ മുഖ്യമന്ത്രി വിതരണം ചെയ്യും. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ, കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗം ഗീത നസീർ, പ്രോഗ്രാം ഓഫീസർ ശ്യാംകുമാർ KU എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വൃത്തിയോടെയും ഗുണമേന്മയോടെയും സർക്കാരിൻ്റെ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ നിലനിർത്താൻ ഏറ്റെടുക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹായത്തോടെ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ശുചിമുറികൾ എന്നത് മനുഷ്യാവകാശമാണെന്നും യാത്ര ചെയ്യുന്ന സ്ത്രീകളടക്കമുള്ളവർക്ക് അതിനുള്ള സൗകര്യമൊരുക്കുന്നതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ടേക്ക് എ ബ്രേക്ക് കേന്ദ്രങ്ങൾ കൊണ്ടുവന്നതെന്നും മന്ത്രി പറഞ്ഞു. UR പ്രദീപ് MLA അധ്യക്ഷനായി. K. രാധാകൃഷ്ണൻ MP വിശിഷ്ടാതിഥിയായി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S. നായർ എന്നിവർ മുഖ്യാതിഥികളായി. അസിസ്റ്റന്റ് എഞ്ചിനീയർ അലൻ ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 28 ലക്ഷം രൂപ ചെലവിൽ തിരുവല്ലാമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തായി നിയമിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ കഫറ്റേറിയ, ശുചിമുറി, ഭിന്നശേഷി സൗഹൃദ റാമ്പ് എന്നിവ ഒരുക്കിയിട്ടുണ്ട്.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ്, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ, പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രേഖാ ബി നായർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മിഷൻ അന്ത്യോദയ രാജ്യത്തെ മികച്ച പഞ്ചായത്തുകളെ കണ്ടെത്താൻ നടത്തിയ സർവേയിൽ പാറശാല ഗ്രാമപഞ്ചായത്ത് സംസ്ഥാനത്ത് 1ാം സ്ഥാനത്തെത്തി. ആരോഗ്യം, ശുചിത്വം, കൃഷി, ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ കൈവരിച്ച നേട്ടമാണ് പഞ്ചായത്തിന് ഈ വിജയം നേടിക്കൊടുത്തത്. രാജ്യത്തെ മുഴുവൻ പഞ്ചായത്തുകളിലും നടത്തിയ സർവേയിൽ 139.98 മാർക്ക് നേടി ദേശീയ തലത്തിൽ 53ാം റാങ്കാണ് പാറശാല പഞ്ചായത്ത് നേടിയത്. 2022-23 കേന്ദ്ര സംഘം ഇതു സംബന്ധിച്ച സർവേ നടത്തിയത്. ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഈ നേട്ടത്തിന് സഹായിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ മഞ്ജുസ്മിത പറഞ്ഞു. കോട്ടയം കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കോഴയിൽ ആരംഭിക്കുന്ന സയൻസ് സിറ്റിയിലെ സയൻസ് സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ മെയ് 29 ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാർ അനുവദിച്ച 30 ഏക്കർ ഭൂമിയിലാണ് കോട്ടയത്ത് സയൻസ് സിറ്റി ഉയരുന്നത്. ശാസ്ത്ര ഗാലറികൾ, ത്രിമാന പ്രദർശന തിയേറ്റർ, ശാസ്ത്ര പാർക്ക്, സെമിനാർ ഹാൾ, ഇന്നൊവേഷൻ ഹബ് എന്നിവ ഉൾക്കൊള്ളുന്ന സയൻസ് സെന്ററാണ് ഇതിലെ പ്രധാന ഭാഗം. പ്ലാനറ്റോറിയം, മോഷൻ സിമുലേറ്റർ, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി തിയേറ്ററുകൾ, സംഗീത ജലധാര, പ്രകാശ ശബ്ദ സമന്വയ പ്രദർശനം, വാനനിരീക്ഷണ സംവിധാനം, പൂന്തോട്ടങ്ങൾ, സന്ദർശകർക്കുള്ള സൗകര്യങ്ങൾ, പ്രവേശന കവാടം, അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് സയൻസ് സിറ്റി പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. സയൻസ് സിറ്റിയുടെ 1ാം ഘട്ടമായി സയൻസ് സെന്റർ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാനുള്ള അനുബന്ധ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു വരികയാണ്. സയൻസ് സെന്റർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തുല്യ സാമ്പത്തിക പങ്കാളിത്തത്തോടെ 14.5 കോടി രൂപ ചെലവിൽ സ്ഥാപിക്കാനാണ് ധാരണയായിരുന്നത്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയമാണ് നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരുന്നത്. സയൻസ് സിറ്റി ക്യാമ്പസിൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെ വിപുലമായൊരു ജൈവ വൈവിധ്യ പാർക്ക് സ്ഥാപിക്കാനുള്ള നടപടിയും പുരോഗമിക്കുകയാണ്. ജൈവ വൈവിധ്യ ഉദ്യാനത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും സയൻസ് സെന്ററിൻ്റെ 1ാം ഘട്ട ഉദ്ഘാടനത്തിനോടൊപ്പം മുഖ്യമന്ത്രി നിർവഹിക്കും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെത്തുന്ന മൂന്നാർ സമ്പൂർണ്ണ ശുചിത്വവൽക്കരിക്കൽ പദ്ധതി ഉടൻ നടപ്പാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി പോതമേട്ടിൽ നിർമ്മിച്ച ഫോർട്ട് മോഡലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നതിന് ഈടാക്കുന്ന പിഴ, മാലിന്യം വലിച്ചെറിയുന്നതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്കുള്ള പാരിതോഷികം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. പോതമേട് വ്യൂ പോയിന്റിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എ. രാജ MLA അധ്യക്ഷത വഹിച്ചു. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി. ജി. പ്രതീഷ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി ഇ. കെ. ഷാജി, പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കിലയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ചേലച്ചൂട് ബസ് സ്റ്റാൻഡിൽ ഉരുൾപൊട്ടൽ ദുരന്ത നിവാരണ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ, റാപ്പിഡ് റെസ്പോൺസ് ടീം, മെഡിക്കൽ ടീം, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവരും ജനങ്ങളും സംബന്ധിച്ചു. മണ്ണപ്പുറം, വെള്ളിയാമറ്റം, കരിമണ്ണൂർ, ഉടുമ്പന്നൂർ, ആലക്കോട്, കുടയത്തൂർ, അറക്കുളം, വാത്തിക്കുടി, മരിയാപുരം, വാഴത്തോപ്പ്, കഞ്ഞിക്കുഴി എന്നീ 11 പഞ്ചായത്തുകൾക്കായാണ് തദ്ദേശഭരണ സ്ഥാപനതല ഉരുൾപൊട്ടൽ പ്രതിരോധ തയ്യാറെടുപ്പ് പരിശീലനം നടത്തിയത്. ചുരുളി സെയിന്റ് തോമസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പൊതുയോഗം കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി തഹസിൽദാർ റാം ബിനോയ് അധ്യക്ഷനായി. വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, മരിയാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയ്, വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു, വെള്ളിയാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി, കുടയത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിയാസ്, കഞ്ഞിക്കുഴി പഞ്ചായത്ത് അംഗം സോയിമോൻ എന്നിവർ സംസാരിച്ചു. വിവിധ വകുപ്പുദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ മോക്ക് ഡ്രില്ലിൽ പങ്കെടുത്തു. മുൻനിര കാർഷിക സാങ്കേതിക വിദ്യകൾക്കായി കുടുംബശ്രീയും ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രവും ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. കിഴങ്ങുവർഗ്ഗ കൃഷിയിലെ 12 മുൻനിര സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുന്നതിനായി തിരുവനന്തപുരം ശ്രീകാര്യത്ത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് കുടുംബശ്രീക്കായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ IAS-ഉം ICIR CTCRIക്ക് വേണ്ടി ഡയറക്ടർ ഡോക്ടർ G ബൈജുവുമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. കുടുംബശ്രീയുടെ ഭാഗമായി കാർഷിക മേഖലയിൽ നിന്ന് ഉപജീവനം കണ്ടെത്തുന്ന ലക്ഷക്കണക്കിന് അയൽക്കൂട്ടാംഗങ്ങളെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂന്നിയ കൃഷി രീതികളിലേക്കും സുസ്ഥിര വരുമാന ലഭ്യതയിലേക്കും നയിക്കുന്നതിനായി തയ്യാറാക്കിയിരിക്കുന്ന KTAP കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി സാങ്കേതിക വിദ്യകൾ കൈമാറുന്നതിനുള്ള ആദ്യ ധാരണാപത്രമാണ് ഇത്. ഇതുപ്രകാരം കിഴങ്ങ് വിളകളിൽ നിന്നുള്ള മൂല്യവർദ്ധനവും ഭക്ഷ്യ സംസ്കരണവും കേന്ദ്രീകരിച്ചുള്ള 12 സാങ്കേതിക വിദ്യകൾ കുടുംബശ്രീക്ക് ലഭിക്കും.
കപ്പ, മധുരക്കിഴങ്ങ് എന്നിവ ഉപയോഗിച്ച് കുക്കീസ്, കുൽഫി, മഫിൻസ്, സ്നാക്സ്, പാസ്ത, ജെല്ലി തുടങ്ങിയ വിവിധ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകളാണ് നൽകുക. കൃഷിയിലും അനുബന്ധ മേഖലകളിലും നവീന സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലൂടെ ഉത്പാദനം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, സംസ്കരണം, വിപണനം തുടങ്ങി കൃഷിയുടെ സമസ്ത മേഖലകളിലും മുന്നേറ്റം കൈവരിച്ചുകൊണ്ട് വനിതകൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് KTAP പദ്ധതിയുടെ ലക്ഷ്യം. ധാരണാപത്രം ഒപ്പുവെക്കൽ ചടങ്ങിൽ ICAR സിറ്റി CRI ഡയറക്ടർ ഡോക്ടർ G. ബൈജു അധ്യക്ഷനായി. കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ S. ഷാനവാസ് പദ്ധതി വിശദീകരിച്ചു. കുടുംബശ്രീ തിരുവനന്തപുരം ജില്ലാ മിഷൻ കോർഡിനേറ്റർ രമേഷ് G, ICAR സിറ്റി CRI പ്രിൻസിപ്പൽ സയന്റിസ്റ്റുമാരായ ഡോക്ടർ MS സജീവ്, ഡോക്ടർ PS ശിവകുമാർ, ഡോക്ടർ T. കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ജില്ലയിലെ കൊളത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടോദ്ഘാടനം വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. നന്മണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണവേണി മാണിക്കോത്ത് അധ്യക്ഷത വഹിച്ചു. ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP സുനിൽകുമാർ മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് CK രാജൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹരിദാസൻ ഈച്ചരോത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം T. റസിയ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കുണ്ടൂർ ബിജു, ബിജിത കണ്ടിക്കുന്നുമ്മൽ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി M. ഗിരീഷ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ VK സാവിത്രി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N. രാജേന്ദ്രൻ, കൊളത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PT. റോഷ്നി, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. വിജ്ഞാന കേരളം കോട്ടയം ജില്ലാ കൗൺസിൽ രൂപീകരിച്ചു. ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ വിജ്ഞാന കേരളം ജില്ലാ കൗൺസിൽ രൂപീകരണവും തുടർ പ്രവർത്തന രൂപരേഖയും സംബന്ധിച്ച് നടന്ന യോഗത്തിൽ മന്ത്രി VN വാസവൻ അധ്യക്ഷനായി. നോളജ് എക്കോണമി മിഷനും കുടുംബശ്രീയും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്നാണ് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. യോഗത്തിൽ ചാണ്ടി ഉമ്മൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, ജില്ലാ കളക്ടർ ജോൺ V. സാമുവൽ, ചങ്ങനാശ്ശേരി നഗരസഭാ അധ്യക്ഷ കൃഷ്ണകുമാരി രാജശേഖരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അജയൻ K. മേനോൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ MP അനിൽകുമാർ, KDISC പ്രതിനിധി ജിൻഡോ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ സ്മാർട്ട് അങ്കണവാടിയും പരുത്തിപ്പള്ളി LP സ്കൂളിൽ വർണ്ണക്കൂടാരവും ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞുങ്ങൾക്ക് ശാരീരികവും ഭൗതികവുമായ വികാസത്തിന് സഹായകരമാവുന്നതാണ് സർക്കാരിൻ്റെ സ്മാർട്ട് അങ്കണവാടി പദ്ധതി. പുളിമൂട് 37 നമ്പർ അങ്കണവാടി സ്മാർട്ടാക്കാനുള്ള പ്രവൃത്തിയുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് G. സ്റ്റീഫൻ MLA നിർവഹിച്ചത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അങ്കണവാടി നിർമ്മിക്കുന്നത്. ഉഴമലയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് J. ലളിത, വാർഡ് മെമ്പർ R. ബിന്ദു, ജില്ലാ പഞ്ചായത്ത് അംഗം മിനി A, ICDS സൂപ്പർവൈസർ TC സന്ധ്യ, അങ്കണവാടി അധ്യാപകർ, കുട്ടികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ പരുത്തിപ്പള്ളി സർക്കാർ LP സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വർണ്ണക്കൂടാരം ഉദ്ഘാടനവും MLA നിർവഹിച്ചു. പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാഴ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പരിപാടിയാണ് വർണ്ണക്കൂടാരം. 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പരുത്തിപ്പള്ളി ഗവൺമെൻറ് LP സ്കൂളിലെ വർണ്ണക്കൂടാരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. മണികണ്ഠൻ, ജില്ലാ പഞ്ചായത്ത് അംഗം മിനി A, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശോഭന J തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കോട്ടയം ജില്ലയിലെ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഭിന്നശേഷിക്കാർക്കായുള്ള മുച്ചക്ര വാഹന വിതരണവും മന്ത്രി നിർവഹിച്ചു. സംസ്ഥാന തലത്തിൽ മാലിന്യ സംസ്കരണത്തിന്റെ വിവരവിജ്ഞാന മാതൃകാ പ്രവർത്തനത്തിന് പ്രത്യേക പുരസ്കാരം നേടിയ അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിനെ അനുമോദിക്കുകയും ചെയ്തു. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയ് മാണിയങ്ങാട്ട് അധ്യക്ഷം വഹിച്ചു. അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സിന്ധു അനിൽകുമാർ, അഡ്വക്കേറ്റ് EM ബിനു, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ CM മാത്യു, പ്രേമ ബിജു, മറിയാമ്മ എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഡോക്ടർ മേഴ്സി ജോൺ, അശോക് കുമാർ പൂതമന, ജോമോൾ മാത്യു, TM ജോർജ്, ബിജു തോമസ്, ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രോജക്ട് ഡയറക്ടർ ബെവിൻ ജോൺ വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോമോൾ മാത്യു, CDPO J. ജയകുമാരി എന്നിവർ സംസാരിച്ചു. കടമക്കുടിയിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമായിരുന്ന പിഴലാർ 350 മീറ്റർ റോഡ് പൂർത്തിയാക്കിയതിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജിഡ, ജനപ്രതിനിധികൾ എന്നിവയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്ന് ഉദ്ഘാടന വേളയിൽ സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. ജിഡയുടെ സഹായത്തോടെ 1.94 കോടി മുടക്കിയാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ജിഡ ആദ്യമായി ഏറ്റെടുത്ത് നടപ്പിലാക്കിയ പൊതുമരാമത്ത് പ്രവൃത്തി എന്ന പ്രത്യേകതയും പിഴല 350 മീറ്റർ പാലത്തിനുണ്ടെന്നും മന്ത്രി പറഞ്ഞു.
2020 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത 100 കോടി രൂപ മുടക്കി നിർമ്മിച്ച പിഴല മൂലമ്പള്ളി പാലത്തിലേക്കുള്ള ഏക പ്രവേശന മാർഗമാണ് പിഴല 350 മീറ്റർ റോഡ്. പിഴല സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ KN ഉണ്ണികൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ NSK ഉമേഷ്, മുൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി S ശർമ്മ, ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സനിത സനൽ, കടമക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് മേരി വിൻസെന്റ്, ജില്ലാ സെക്രട്ടറി രഘുരാമൻ, കടമക്കുടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിപിൻ രാജ്, ജില്ലാ ജനറൽ കൗൺസിൽ അംഗം BV ജോസഫ് മാസ്റ്റർ, ജനപ്രതിനിധികൾ, പിഴല നിവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗോവ സർക്കാരിൻ്റെ പ്രതിനിധികൾ ഏലൂർ നഗരസഭയിൽ സന്ദർശനം നടത്തി. ഏലൂർ നഗരസഭയിലെ ഹരിതകർമ്മ സേനയുടെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനായിരുന്നു സന്ദർശനം. ഗോവ സർക്കാരിൻ്റെ ലൈവ്ലിഹുഡ് ഡെപ്യൂട്ടി മാനേജർ സുപ്രിയ സക്സേനയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. ഏലൂരിലെ കുടുംബശ്രീ CDSഉം നഗരസഭയുടെ MCFഉം ഹരിതകർമ്മ സേനാംഗങ്ങളും വാർഡ് പ്രദേശത്തും MCFലും നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ വിശദമാക്കി. നഗരസഭയിൽ നടപ്പിലാക്കിയ ഹരിതസേനയുടെ പ്രവർത്തനങ്ങളെ ഗോവ സംഘം അഭിനന്ദിച്ചു. ഈ മാതൃകകൾ തങ്ങളുടെ പ്രദേശങ്ങളിലും നടപ്പിലാക്കാനുള്ള പദ്ധതികൾക്ക് രൂപം കൊടുക്കുമെന്ന് അറിയിച്ചു. നഗരസഭാ ചെയർമാൻ AD സുജിൽ, ജനപ്രതിനിധികൾ, ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ പ്രദേശങ്ങളിൽ തുറന്ന ഇടങ്ങൾ ഒരുക്കലിനോടനുബന്ധിച്ച് നഗരസഭാ ചെയർമാൻമാർ, സെക്രട്ടറിമാർ, പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത മുന്നൊരുക്ക യോഗം കുസാറ്റ് സെമിനാർ ഹാളിൽ ചേർന്നു. GCDA പരിധിയിൽ വരുന്ന 9 നഗരസഭകൾക്ക് നഗരസഭാ പ്രദേശങ്ങളിൽ തുറന്ന ഇടങ്ങൾ ഒരുക്കുന്നതിനായി 1 കോടി രൂപ വരെ നൽകുന്നതിന് 2025-26 വർഷ ബജറ്റിൽ GCDA വകയിരുത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് യോഗം ചേർന്നത്. ആലുവ, അങ്കമാലി, തൃക്കാക്കര, കളമശ്ശേരി, തൃപ്പൂണിത്തുറ, മരട്, ഏലൂർ, നോർത്ത് പറവൂർ, പെരുമ്പാവൂർ എന്നീ നഗരസഭകൾക്കാണ് ആദ്യഘട്ടമായി തുക അനുവദിക്കുന്നത്. വൈകുന്നേരങ്ങളിലും ഒഴിവു സമയങ്ങളിലും കുട്ടികൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് വന്നിരിക്കാനും സമയം ചെലവിടുന്നതിനും പൊതുസമ്മേളനങ്ങൾ നടത്തുന്നതിനും മികച്ച സൗകര്യങ്ങളുള്ള പൊതു ഇടങ്ങളും പാർക്കുകളും ഒരുക്കുക എന്നതാണ് പദ്ധതിയിലൂടെ GCDA ലക്ഷ്യമിടുന്നത്. തുറസായ സ്ഥലങ്ങളും പൊതുയോഗ സ്ഥലങ്ങളും നഗരപരിസ്ഥിതിയുടെ അവശ്യ ഘടകങ്ങളാണെന്നും അവ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും സാമൂഹിക ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കുകയും സുസ്ഥിര സാമ്പത്തിക പാരിസ്ഥിതിക വികസനത്തിന് സംഭാവന നൽകുകയും ചെയ്യുമെന്നും GCDA ചെയർമാൻ K ചന്ദ്രൻപിള്ള യോഗത്തിൽ അറിയിച്ചു. നഗരസഭകൾക്ക് തുക അനുവദിച്ച GCDA തീരുമാനത്തെ നഗരസഭാ അധ്യക്ഷന്മാർ ഏകകണ്ഠമായി അഭിനന്ദിച്ചു. കോട്ടയം ജില്ലയിലെ ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിൽ 2 ആരോഗ്യക്ഷേമ കേന്ദ്രങ്ങൾ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കൂടി ഒരുങ്ങുന്നു. 6-ാം വാർഡിലെ വൈക്കപ്രയാർ ഈസ്റ്റിലും 9-ാം വാർഡിലെ ചെട്ടിമംഗലത്തുമാണ് സെന്ററുകൾ നിർമ്മിക്കുന്നത്. വൈക്കപ്രയാർ ഈസ്റ്റിലെ സെന്റർ നിർമ്മാണം പൂർത്തിയായി. ആരോഗ്യ ഗ്രാന്റ് ഫണ്ടിൽ നിന്നുള്ള 27.75 ലക്ഷം രൂപയാണ് ഓരോ സബ് സെന്ററിനും അനുവദിച്ചത്. 1190 ചതുരശ്ര അടിയിൽ 5.5 സെന്റ് സ്ഥലത്താണ് നിർമ്മാണം. 2023 സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന സ്കോറായ 97% നേടി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് അംഗീകാരം നേടിയ കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഉദയനാപുരത്തേത്. പ്രദേശവാസികൾക്ക് പ്രാഥമിക ചികിത്സ വീടിന് സമീപം ലഭ്യമാക്കുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ആനന്ദവല്ലി പറഞ്ഞു. വേനൽ ഏറി വരുന്ന സാഹചര്യത്തിൽ വെയിലത്ത് തൊഴിലെടുക്കുന്നവർക്കായുള്ള സമയ പുനഃക്രമീകരണം മെയ് 30 വരെ നീട്ടി ഉത്തരവായി. നേരത്തെ മെയ് 10 വരെയായിരുന്നു സമയക്രമീകരണം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ വേനലിൻ്റെ തീവ്രത ഏറി വരുന്ന സാഹചര്യത്തിലാണ് തീയതി നീട്ടാൻ തീരുമാനിച്ചത്. പാറശാല ബ്ലോക്ക് പഞ്ചായത്തിൽ വേനൽ കൂടാരം അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. 6 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 250-ൽ പരം വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തിയാണ് പാറശാല ഗവൺമെൻറ് VHSSൽ ക്യാമ്പ് നടത്തിയത്. CK ഹരീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് SK ബെൻ ഡാർവിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S സുരേഷ് കുമാർ, കവി ഗിരീഷ് പുലിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. തെരുവ് നായ നിയന്ത്രണത്തിനായി കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ പേട്ട മൃഗാശുപത്രിയുടെയും മൃഗജനന നിയന്ത്രണ കേന്ദ്രത്തിൻ്റെയും ABC സെന്റർ നവീകരണമാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. ഇതിനുശേഷം തിരുവല്ലം വണ്ടിത്തടത്തുള്ള ABC കേന്ദ്രത്തിൻ്റെ നവീകരണവും ആരംഭിക്കും. പേട്ട ജംഗ്ഷനിലെ ABC സെന്ററിൽ പ്രതിദിനം 12 ശസ്ത്രക്രിയ ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. നിലവിൽ 5 നായകളെ വരെ വന്ധ്യംകരണ ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയാറുള്ളൂ. ഇതിനൊപ്പം ഓപ്പറേഷൻ തിയേറ്റർ AC ആക്കും. ശസ്ത്രക്രിയയ്ക്ക് ശേഷം നായകളെ ഇടാനുള്ള കൂടുകളുടെ മേൽക്കൂരയും പൂർണ്ണമായും മാറ്റിവരികയാണ്. ആശുപത്രിയിലും ABC സെന്ററിലും CCTV സ്ഥാപിക്കും. കൂടുതൽ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. നിലവിൽ 2 ഡോക്ടർമാർ, 4 അറ്റൻഡർമാർ, 4 നായപിടുത്തക്കാർ, സെക്യൂരിറ്റി, ഡ്രൈവർ എന്നിങ്ങനെ 12 പേരാണ് ഇവിടെയുള്ളത്. 40 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 4.5 കോടി മുതൽ മുടക്കിലുള്ള ABC സെന്റർ കം മൾട്ടി സ്പെഷ്യാലിറ്റി വെറ്ററിനറി ഹോസ്പിറ്റലാണ് വണ്ടിത്തടത്ത് കോർപ്പറേഷൻ നിർമ്മിക്കുന്നത്. വാക്സിനേഷൻ, വന്ധ്യംകരണം, പരിപാലന കേന്ദ്രം എന്നിവയടങ്ങിയതാണ് കേന്ദ്രം. ദിവസം 20 നായകളെ വരെ വന്ധ്യംകരിക്കാനും പരിപാലിക്കാനുമുള്ള സൗകര്യമാകും ഇവിടെ ഉണ്ടാവുക.
സംസ്ഥാനത്താകെ ആരംഭിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റുകളുടെയും സർജറി യൂണിറ്റുകളുടെയും ഫ്ളാഗ് ഓഫ് കൊല്ലം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. 1962 ടോൾ ഫ്രീ കോൾ സെന്റർ നമ്പറിലേക്ക് വിളിച്ചാൽ സേവനം വീട്ടിലെത്തും. ഇത്തിക്കര, കൊട്ടാരക്കര, ചവറ ബ്ലോക്കുകളിൽ മൊബൈൽ യൂണിറ്റുകളും കൊല്ലം കേന്ദ്രീകരിച്ച ഒരു സർജറി യൂണിറ്റുമാണ് പ്രവർത്തനം തുടങ്ങുക. പ്രത്യേക പരിശീലനം നേടിയ ഡോക്ടർമാരും ഡ്രൈവർ കം അറ്റൻഡന്റും മൊബൈൽ യൂണിറ്റിലുണ്ടാകും. ഇവരുടെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായി. വൈകിട്ട് 6 മുതൽ രാവിലെ 5 വരെയാണ് പ്രവർത്തനം. വാഹനത്തിൽ സജ്ജമാക്കിയ QR കോഡ് സ്കാൻ ചെയ്ത് കർഷകർക്ക് ബില്ലടയ്ക്കാം. നിലവിൽ ചടയമംഗലം, അഞ്ചൽ ബ്ലോക്കുകളിലെ മൊബൈൽ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ പുതിയ സർജറി യൂണിറ്റും ഇതോടൊപ്പം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ അധ്യക്ഷനായി. പറവൂർ ബ്ലോക്കിൽ തുടങ്ങിയ മൊബൈൽ വെറ്റിനറി യൂണിറ്റ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂണിറ്റിൽ ഒരു വെറ്റിനറി ഡോക്ടറും ഒരു അറ്റൻഡന്റ് കം ഡ്രൈവറും ഉണ്ടായിരിക്കും. ഉരുക്കൾക്ക് അസുഖമുണ്ടാകുന്ന സാഹചര്യത്തിൽ വീടുകളിൽ നേരിട്ടെത്തി ചികിത്സ ഉറപ്പാക്കും. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന നിരക്കിലാണ് ചികിത്സ നൽകുന്നത്. പറവൂർ ബ്ലോക്ക് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 5 ഗ്രാമപഞ്ചായത്തുകളും സംയുക്തമായാണ് ഫണ്ട് നൽകുന്നത്. നോർത്ത് പറവൂർ വെറ്റിനറി പോളിക്ലിനിക്കിൽ നടന്ന ചടങ്ങിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ അധ്യക്ഷയായി. പറവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശിധരൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. എറണാകുളം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സജികുമാർ ജി പദ്ധതിയെക്കുറിച്ച് വിശദീകരണം നടത്തി. നോർത്ത് പറവൂർ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ മഞ്ജു മാത്യൂസ്, പറവൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KS സനീഷ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കരുതലാകാം കരുത്തോടെ രക്ഷാകർതൃ ശാക്തീകരണത്തിൽ അധിഷ്ഠിതമായ സമഗ്ര കർമ്മ പദ്ധതിക്ക് പത്തനംതിട്ട ജില്ലയിൽ തുടക്കം. പദ്ധതിയുടെ ഉദ്ഘാടനം കോഴഞ്ചേരി സർക്കാർ ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം നിർവഹിച്ചു. കുട്ടികളെ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായി വളർത്താൻ രക്ഷിതാക്കളെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ലഹരി വസ്തുക്കൾ കൈവശം കണ്ടെത്തിയാൽ ലഭിക്കുന്ന ശിക്ഷാ നടപടി സംബന്ധിച്ച് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അറിവുണ്ടാകണമെന്ന് ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ മുഖ്യസന്ദേശത്തിൽ അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി ഹൈസ്കൂൾ അധ്യാപകർക്ക് ശില്പശാല സംഘടിപ്പിച്ചു. SCERT റിസർച്ച് ഓഫീസർ രാജേഷ് S വള്ളിക്കോട്, RKSK ജില്ലാ നോഡൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിബിൻ സാജൻ, പാഠ്യപുസ്തക നിർമ്മാണ സമിതി അംഗം ഡോക്ടർ അജിത് R പിള്ള, അധ്യാപകനായ പ്രീത് G ജോർജ് എന്നിവർ ക്ലാസ് നയിച്ചു. കൗമാരക്കാരിലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അക്രമവാസനയും നേരിടുന്നതിനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ചതാണ് കരുതലാകാം കരുത്തോടെ കർമ്മ പദ്ധതി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന പ്രഭ അധ്യക്ഷയായി. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ BR അനില റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ R അജയകുമാർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജി മാത്യു, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. MLAമാരായ H സലാം, MS അരുൺകുമാർ, ദലീമ ജോജോ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ, ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ്, ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. തൃശൂർ പൂരം കഴിഞ്ഞതിനു പിന്നാലെ തൃശൂർ കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾ മണിക്കൂറുകൾക്കകം നഗരം വൃത്തിയാക്കിയപ്പോൾ പൂത്തുവിടർന്ന പൂരം കളറാക്കി ക്ലീനിംഗ്. ചുരുങ്ങിയ സമയം കൊണ്ട് നഗരത്തെ ശുചീകരിച്ച് പൂർവ്വസ്ഥിതിയിലാക്കിയ തൃശൂർ കോർപ്പറേഷനും ശുചീകരണ തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട വീഡിയോ.
പത്തനംതിട്ട ജില്ലയിലെ കോന്നി താലൂക്കിലെ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് നടത്തിയ ചൈൽഡ് ഫ്രണ്ട്ലി പ്രവർത്തനങ്ങൾ കാണാം. പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ അരുവാപ്പുലം, ഐരവൺ വില്ലേജുകളിലായി 278 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഭൂപ്രദേശമാണ് അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത്. കാർഷിക വൃത്തിയിൽ മുന്നിട്ട് നിൽക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശവും വനഭൂമിയാണ്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ പദ്ധതി വിഹിതമായി ലഭിക്കുന്ന തുകകൾ ഗ്രാമപഞ്ചായത്ത് പൊതുജന ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നു. അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് മുഖ്യ പരിഗണന നൽകുന്ന വിഷയമേഖലകളിൽ ഒന്നാണ് വിദ്യാഭ്യാസ മേഖല. ഗ്രാമപഞ്ചായത്തിലെ പ്രധാന പൊതുവിദ്യാലയമാണ് അരുവാപ്പുലം ഗവൺമെൻറ് LP സ്കൂൾ. ഹെഡ്മിസ്ട്രസ് നിർവഹണ ഉദ്യോഗസ്ഥയായിട്ടാണ് അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ കുഞ്ഞുങ്ങൾക്ക് അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ സഹായകരമാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം, SSA പഞ്ചായത്ത് വിഹിതം നൽകൽ, പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ്, തുടർ സാക്ഷരതാ പരിപാടി, ഗോത്രസാരഥി പദ്ധതി എന്നീ പ്രോജക്റ്റുകളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയത്. കുട്ടികൾക്ക് പോഷകസമൃദ്ധമായ ആഹാര ലഭ്യത ഉറപ്പുവരുത്തുവാൻ കുടുംബശ്രീ സഹകരണത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു പ്രഭാത ഭക്ഷണ വിതരണം. എല്ലാ കുട്ടികൾക്കും എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം നൽകുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചു. അതോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളായ യോഗ പരിശീലനം, ദിനാചരണങ്ങൾ, കലാമത്സരങ്ങൾ എന്നിവയും അരുവാപ്പുലം ഗവൺമെൻറ് LP സ്കൂളിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ പ്രൊജക്റ്റായിരുന്നു ലാപ്ടോപ്പ് വിതരണം. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി 45 ലാപ്ടോപ്പ് വാങ്ങി നൽകുന്നതിന് ഈ പ്രൊജക്റ്റിലൂടെ സാധിച്ചു. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി 12,39,144 രൂപയാണ് ലാപ്ടോപ്പ് വാങ്ങി നൽകിയതിലൂടെ ചെലവഴിക്കുവാൻ സാധിച്ചത്. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു ഗോത്രസാരഥി പദ്ധതി. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പട്ടികവർഗ കോളനികളായ ആവണിപ്പാറ, കോട്ടാമ്പാറ എന്നീ ഊരുകളിലെ കുട്ടികളെ സ്കൂളിലെത്തിക്കുന്നതിനും തിരികെ കൊണ്ടുപോകുന്നതിനും ഈ പദ്ധതിയിലൂടെ സഹായകരമായി. കോവിഡ് പ്രതിസന്ധി കാലത്തും ഈ പദ്ധതിക്കായി 15,600 രൂപ ചെലവഴിക്കുന്നതിന് സാധിച്ചു. ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയ പ്രൊജക്റ്റ് വിശദാംശങ്ങൾ സവിനയം സമർപ്പിക്കുന്നു. അടുത്തതായി നമുക്ക് സംസാരിക്കാം. കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരനാണ് ഇന്ന് നമുക്ക് സംസാരിക്കാം പരിപാടിയോട് ഒപ്പമുള്ളത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന മേഖലയിൽ നമ്മൾ ഇവിടെ സർവേ നടത്തുമ്പോൾ നമുക്ക് ആകെ കിട്ടിയത് 21 പേരായിരുന്നു. 21 പേരിൽ പലവർക്കും പല കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് അതിദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട കാറ്റഗറിയിൽ. അതെല്ലാം പെൻഷൻ കൊടുക്കാത്തവർക്ക് പെൻഷൻ കൊടുക്കുക, അതുപോലെ വീടില്ലാത്തവർക്ക് വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാവർക്കും മാറ്റി. അവരിനി 2 പേരാണ് നമുക്ക് ഈ മേഖലയിലുള്ളത്. ഈ 2 പേരിൽ 2 പേർക്കും വീടില്ലാത്തവരാണ്. ഒരു കുടുംബം വികലാംഗരായ കുട്ടിയുള്ള ഒരു കുടുംബമാണ്. മറ്റൊരു കുടുംബം ഭർത്താവ് അപകടത്തിൽ പെട്ട് തളർന്നു കിടക്കുന്നതാണ്. ഇവർക്ക് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ഭൂമി ലഭിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ അത്തേക്കാട് തന്നെ സ്വപ്നഭൂമി എന്നൊരു പ്രദേശത്ത് മിച്ചഭൂമിയിൽ ഭൂമി കണ്ടെത്തി അതിൻ്റെ ഒരു മീറ്റിങ്ങുമായി കളക്ടറായിട്ട് നടത്തി. അത് എപ്പോൾ തന്നെ അവർ ലൈഫിൽ പേരുള്ളവരാണ്. അടിയന്തരമായി അവർക്ക് ഭൂമി കിട്ടാൻ വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുഴുവൻ പേരും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന മേഖലയിൽ മുഴുവൻ പേർക്കും കൊടുക്കാവുന്ന രീതിയിലുള്ള കാര്യം കണ്ടെത്തി പഞ്ചായത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമായി നടപ്പിലാക്കിയെന്ന് ഞങ്ങൾക്ക് ഈ ഭരണസമിതിക്ക് നിങ്ങളുടെ മുന്നിൽ തുറന്നു പറയാനായിട്ട് കഴിയും. കാർഷിക മേഖല വികസനം കോലി ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് നമ്മുടെ കോർപ്പറേഷനോട് തൊട്ട് കിടക്കുന്ന മേഖലയാണ്. അതിൽ 2 കിഴക്കൻ പാടശേഖരം, പടിഞ്ഞാറൻ പാടശേഖരം എന്ന 2 രീതിയിലാണ് നമ്മൾ ഈ ലെവൽ ക്രോസിനെ കേന്ദ്രീകരിച്ചിട്ട് നിൽക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന ഒരു പാടശേഖരം പടിഞ്ഞാറൻ പാടശേഖരത്തിലാണ്. കോള് കൃഷിയായാലും അടാട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭൂപ്രദേശമായതുകൊണ്ടും ഏറ്റവും കൂടുതൽ കാർഷിക പ്രവർത്തികൾ നടക്കുന്നത് പടിഞ്ഞാറൻ ഭാഗത്താണ്. പടിഞ്ഞാറൻ നമ്മൾ ആദ്യമായി കൃഷിക്കാർക്ക് വേണ്ടത് അവർക്ക് ജലസേചന സൗകര്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക.
എന്നുള്ളതായിരുന്നു. അതിന് വേണ്ട നടപടിക്രമങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. അവർക്ക് വേണ്ട സ്ഥലങ്ങളിൽ വേണ്ടത്ര രീതിയിൽ വെള്ളം തടഞ്ഞു നിർത്താനും അതുപോലെ വെള്ളം ഒഴുകി പോകുന്നതിനും വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു. അതുപോലെ കൃഷിക്കാർക്ക് ഉഴവൂലി എന്ന് പറഞ്ഞത് വളരെ നിസ്സാരം തുകയാണ് നമ്മൾ വെച്ചിരുന്നത്. ഇപ്പോൾ 15 ലക്ഷം ഏതാണ്ട് ഒരു പാടശേഖരത്തിന് നമ്മൾ 15,000 രൂപ വെച്ച് കൊടുക്കാവുന്ന രീതിയിൽ നമ്മളെല്ലാ പാടശേഖരത്തിനും ഒരു വ്യക്തിക്ക് 15,000 രൂപ കിട്ടാവുന്ന രീതിയിൽ വിത്ത്, വളം എല്ലാം ഫ്രീ ആയിട്ട് എല്ലാം ഫ്രീ ആയിട്ടാണ് ഈ പഞ്ചായത്ത് ഈ 5 വർഷക്കാലം തുടർന്നത്. കൃഷിയെ വർദ്ധിപ്പിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഇടവിള കൃഷി പോലെ ഉള്ള കാര്യങ്ങൾ ചെയ്ത് കൃഷിയെ വർദ്ധിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി കോഴി കൃഷി, അതുപോലെ കോഴികളെ വിതരണം ചെയ്യാൻ അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് കൊടുത്ത് അവരുടെയും ഉന്നമനത്തിന് വേണ്ട കാര്യങ്ങൾ കാർഷിക പ്രവൃത്തിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കൂട്ടായ്മ പഞ്ചായത്ത് ഭരണസമിതിയുടെ മാത്രമല്ല പാടശേഖരങ്ങളും ഞങ്ങളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ കൂട്ടായ്മ ചെയ്യാൻ കഴിഞ്ഞത്. ഇനിയും നല്ല രീതിയിൽ കൃഷിയെ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും. ഒരു സീസണിൽ കിഴക്കൻ മേഖലയിൽ കൂർക്ക കൃഷിയാണ് നടക്കുന്നത്. അത് നമുക്കറിയാം. കേരളത്തിലെ എല്ലായിടത്തുനിന്നും ഇവിടെ നിന്ന് കൂർക്ക കയറ്റി അയക്കുന്നതാണ്. അവർക്ക് വേണ്ട സഹായങ്ങളും നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടവിള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും കർഷകരോട് ഒത്തുചേർന്ന് നിന്നുകൊണ്ട് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കാരണം ഇറിഗേഷനാണെങ്കിൽ ഇറിഗേഷൻ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം നമുക്ക് ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കല്ലായി ചിറ കെട്ടി സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 കോടിയുടെ പ്രൊജക്റ്റാണ് നമുക്കത് അനുവദിച്ച് കിട്ടിയത്. അതിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. നരിത്തോട് ചിറ കെട്ടി അതിൻ്റെ പ്രവൃത്തി നടന്നു. അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ പ്രവൃത്തി കർഷകർക്ക് അഭിവൃദ്ധി വരാവുന്ന അവർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ പ്രവർത്തനങ്ങൾ ഈ 5 വർഷക്കാലം നടത്തിയിട്ടുള്ളത്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് 3 സബ് സെൻ്ററുകളാണുള്ളത്. മറ്റത് ബ്ലോക്കിൻ്റെ കീഴിലാണ് ഉള്ളത് ഒരു CHC ആയിട്ട്. അതിപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വിട്ടു തരാൻ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾക്കത് ചെയ്യുന്നതിൽ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ബ്ലോക്കാണ് അവിടെ കൈകാര്യം ചെയ്യുക. എന്നിരുന്നാലും ആരോഗ്യ മേഖലയിൽ വേണ്ട രീതിയിൽ വേണ്ട പ്രവർത്തനങ്ങൾ മരുന്നും ആവശ്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പഞ്ചായത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നന്നായിട്ട് സാനിറ്റേഷൻ കമ്മിറ്റികൾ കൂടി നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ മരുന്ന് ഇവിടെ കിഡ്നി പേഷ്യൻറ്റിന് എല്ലാ മാസവും മരുന്ന് നൽകുന്ന പൈസയെല്ലാം മരുന്ന് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആരോഗ്യ മേഖലയിൽ ഞങ്ങൾക്ക് ഇത്രേ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ കീഴിലേക്ക് ഈ CHC വരികയാണെങ്കിൽ ഞങ്ങൾ കൂടുതൽ ഭാവി പ്രവർത്തനങ്ങൾ പിന്നെ പാലിയേറ്റീവ് കെയർ നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കോലഴി ഗ്രാമപഞ്ചായത്താണ് ഇവിടെ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ തുടങ്ങിയത് 2000-ൽ അഡ്വക്കേറ്റ് കെ സൂരജിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി. ആ പാലിയേറ്റീവ് കെയർ അന്നും നല്ല രീതിയിൽ 10-50 രൂപ നോക്കി നല്ല രീതിയിൽ തന്നെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം നടത്തുന്ന ഒരു പഞ്ചായത്താണ്. മാലിന്യ സംസ്കരണ മേഖലയിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി ഏൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ആകെ 5 പേരാണ് ഞങ്ങളുടെ ഇവിടെ ഹരിതകർമ്മ സേനാംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. 5 പേരാണ്. പക്ഷേ ഞങ്ങൾ ഘട്ടം ഘട്ടമായി ഉയർത്തി ഇന്ന് 20-ലേക്ക് എത്തി നിൽക്കുകയാണ്. 17 വാർഡുകളിൽ 34 പേര് വേണം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക്. പക്ഷേ 20 പേരാണ് ഞങ്ങൾക്ക് ഉള്ളത്. എന്നാലും ഞങ്ങൾ നല്ല രീതിയിൽ മാലിന്യ സംസ്കരണം നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. സർക്കാർ പറയുന്ന എല്ലാ പരിപാടികളും കാലാനുസൃതമായി ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. MCF വെറും ഒരു ചെറിയ റൂമുണ്ട്. 2000 സ്ക്വയർ ഫീറ്റ് MCF പണിത് അതിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മാലിന്യ സംസ്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. ജനങ്ങൾ അതിൽ വളരെയധികം സംതൃപ്തരാണ് എന്നുള്ളതാണ് എനിക്ക് പറയാൻ. സ്ത്രീകളെയും കുട്ടികളെയും ക്ഷേമം സംബന്ധിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ICDSമായി ബന്ധപ്പെട്ട് അംഗൻവാടി മുഖേനയുള്ള കൗമാര ക്ലബ്ബുകളും അവർക്ക് വേണ്ട പ്രവർത്തനങ്ങൾ, അവർക്ക് വേണ്ട വായനശാലകൾ, വായിക്കുക വളരുക എന്നുള്ളൊരു ഇതൊക്കെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഒത്തുകൂടൽ എന്ന രീതിയിൽ വർഷാവർഷങ്ങളും എല്ലാ കുട്ടികളും അമ്മമാരും കൂടി ഒത്തുകൂടി ഒരു മാതൃസദസ്സ് എന്ന രീതിയിലുള്ള പരിപാടികൾ നമ്മൾ നടത്താറുണ്ട്. അതുപോലെ കുട്ടികൾക്ക് വേണ്ട ക്ഷേമകരമായ എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോക്കം നിൽക്കുന്നതാണ്. നമ്മൾ നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. കിലയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നമ്മൾ നമുക്ക് അവർക്ക് വേണ്ട സെൻറ്റർ രൂപീകരിക്കാനായിട്ട് നമ്മൾ
പോയിരുന്നു. പക്ഷേ അതിനുള്ള സ്ഥലം കണ്ടെത്തി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കുട്ടികൾക്ക് വേണ്ട കളികളാണ് ഏറ്റവും വേണ്ടത്. ഇന്നത്തെ കാലത്ത് ലഹരി വിമുക്തമാകണമെങ്കിൽ കളിയാണ് നമ്മുടെ ലഹരി എന്ന് പറഞ്ഞിട്ട് നിൽക്കണം. അപ്പം നമ്മൾ 2 കളിക്കളമാണ്, അത് നല്ല രീതിയിൽ അവരെ കളിക്കുന്നതിനും ഈ വെക്കേഷൻ ക്ലാസ്സുകളിൽ അവർക്ക് ഫുട്ബോൾ അവർ കളിപ്പിക്കാനും അതുപോലെ ഡാൻസ് ക്ലാസ്സുകൾ അതാത് സ്ഥലത്തുകൾ നടത്തി നമ്മളവരെ പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. സ്ത്രീകളെ കുടുംബശ്രീ മുഖേന രംഗത്തേക്ക് തൊഴിൽ സംരംഭകരായി മാറ്റുക എന്നുള്ളതാണ് സ്ത്രീകളുടെ ഉന്നമനത്തിന് ഏറ്റവും ചെയ്യാവുന്ന കാര്യം. അതിനുവേണ്ട ഫണ്ട് വെച്ച് തൊഴിൽ സംരംഭകരാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. നിരവധി സംരംഭങ്ങൾ ഇന്ന് സ്ത്രീകൾ കുടുംബശ്രീ മുഖേന ഇവിടെ നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സ്ത്രീകളുടെ രംഗത്ത് തന്നെ വളരെയധികം വളർച്ച ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കൃഷി രംഗത്തും സ്ത്രീകളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രമിച്ചിട്ടുണ്ട്. തുടർന്നും ഈ ശ്രമം നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉന്നമനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ദുരന്ത നിവാരണ മേഖലയിൽ പഞ്ചായത്ത് സ്വീകരിച്ചത് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും കോവിഡ് ആയാലും ഒരു ദുരന്തമായിരുന്നു, അതുപോലെ പ്രകൃതിക്ഷോഭം ഒരു ദുരന്തം. അതിലൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ കോവിഡ് കാലത്ത് നമ്മൾ പ്രവർത്തിക്കാനായിട്ട് ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഈ പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളെയും കൂട്ടിപ്പിടിച്ച് നടത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിരുന്നു. തുടർന്നും പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോഴും നമുക്ക് ഇതേപോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുമ്പോൾ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ ആ തോടുകൾ അവിടെ കിടക്കുന്നതൊക്കെ വൃത്തിയാക്കി വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളെ അവർ സംരക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ, അതുപോലെ വീടുകൾ നമ്മൾ കണ്ടത് എന്താ വെച്ചെങ്കിൽ നമ്മൾ പഞ്ചായത്ത് കൊടുക്കുന്ന വീടുകളിൽ കൊടുക്കുമ്പോൾ ഇവർ പ്രകൃതിക്ഷോഭം നേരിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന അവിടെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വീട് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അത് നമുക്ക് സാധിക്കാൻ കഴിഞ്ഞു. ഇത് നല്ല ഉയർത്തി പറയാം, ലൈഫ് ഭവന പദ്ധതിയിൽ 113 വീട് ഈ പഞ്ചായത്ത് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. അത് ഏറ്റവും വലിയൊരു നേട്ടമായിരുന്നു. 113 വീട് സ്ഥലവും വീടും അടക്കമുള്ളത് 113 വീടുകളോ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം വീടില്ലാത്ത ഒരാളും ഈ പഞ്ചായത്തിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ്. അതിനുവേണ്ട നടപടി ഞങ്ങൾ കൈക്കൊള്ളും. ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളൊരു പദ്ധതി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിരുന്നു. പാലംകുഴി ചിറയുമായി ബന്ധപ്പെട്ട് ഒരു ബോട്ടിങ്ങും ഇതൊക്കെ ആയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ ദിവസം കൂടി തിരുവനന്തപുരം പോയി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് നമുക്ക് പ്രൊജക്റ്റിലൊരു മാറ്റം വരുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഞങ്ങൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. ടൂറിസം വകുപ്പും നമ്മൾ പഞ്ചായത്തുമായി സഹകരിച്ച് അവിടെ ബോട്ടിങ് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതുവരെ ഉണ്ടായിട്ടില്ല, പക്ഷെ നമ്മൾ തുടങ്ങി വെച്ചതാണ്. അത് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഭാവിയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ ഇന്ന് വരുന്ന ഇന്നത്തെ തലമുറയിലെ കുഞ്ഞുങ്ങളെ നല്ല മക്കളായിട്ട് വളർത്താൻ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അവരാണ് നാളത്തെ പൗരന്മാർ, നമ്മുടെ ഈ നാടിനെ നിലനിർത്തേണ്ടത്. അപ്പോൾ അവർ വിദ്യാഭ്യാസ രീതിയിൽ നല്ല മാറ്റങ്ങൾ വരുത്താം. നമുക്ക് ആകെ കൂടിയുള്ളത് ഒരു സ്കൂളാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ളത്. ആ പഞ്ചായത്ത് സ്കൂളിന് ഒരു കെട്ടിടം പണിയുക എന്നുള്ളതാണ്. അത് ഈ വർഷം അതിനുവേണ്ട പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പഞ്ചായത്ത് ഓഫീസിന് കുറച്ചും കൂടി സൗകര്യമുള്ള ഒരു കെട്ടിടം അതും നമ്മുടെ പരിഗണനയിൽ സർക്കാരിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ വീടില്ലാത്ത ഒരാൾ പോലും നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാവാൻ പാടില്ല. എല്ലാവർക്കും വീട് എന്നുള്ളൊരു സ്വപ്നം ഞങ്ങൾക്കുണ്ട്. ആ വീട് എല്ലാവർക്കും കൊടുക്കുക. പട്ടയം കിട്ടാനായിട്ട് കുറേ പേരുകളുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ പരിസമാപ്തിയിലേക്കാണ്. അങ്ങനെ കൊടുക്കുക. എല്ലാവരും നന്നായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ കോലഴി പഞ്ചായത്തിനെ എന്താ പറയുക മാലിന്യമുക്തമായ ഒരു പഞ്ചായത്താക്കി മാറ്റാനായിട്ട്, ക്ലീൻ കോലഴിയാക്കി മാറ്റാനായിട്ട് ഒരു പരിശ്രമമാണ്. ആ പരിശ്രമത്തിൽ നാളേക്ക് നിങ്ങളെല്ലാവരും കൈകോർക്കണം എന്നാണ് പറയുന്നത്. കുട്ടികളാണ് ഏറ്റവും പ്രാധാന്യം. അപ്പോൾ കുട്ടികളിൽ കൂടെ ആ വിദ്യാഭ്യാസം നൽകി നമ്മുടെ ക്ലീൻ കോളേജിയായ ഒരു പഞ്ചായത്താക്കി മാറ്റി വിദ്യാഭ്യാസമുള്ള നല്ലൊരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ കഴിയുക, വീടും അവർക്കുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാൻ കഴിയുക, എല്ലാ രീതിയിലും നല്ല സംതൃപ്തമായ ഒരു കുടുംബാംഗമായി എല്ലാവരും കഴിയാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു പഞ്ചായത്തിൻ്റെ ലക്ഷ്യം. നമ്മൾ കുറേ റോഡുകൾ പണിയെന്നല്ല, ഏറ്റവും താഴേക്ക് എടുക്കുന്നവരെ കൈ ഉയർത്തി പിടിച്ച് നമ്മളോട് എത്തിക്കുക എന്നതാണ് യഥാർത്ഥ വികസനം. ആ വികസനമാണ് വികസനം. അപ്പോൾ അതുപോലെ യഥാർത്ഥമായിട്ട് താഴേക്ക് എടുക്കുന്നവരെ മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ പഞ്ചായത്തിൻ്റെ കൺസെപ്റ്റിൽ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. അത് നടക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് തുടർന്ന് വരുന്ന ഭരണസമിതികൾ ഇത് ചെയ്യാൻ കഴിയട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. തദ്ദേശകം അവസാനിക്കുന്നു.
അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം